ക്രൂശിലേക്ക് നോക്കുകയും അവൻ നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചിരിക്കുന്നു. നിന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റിരിക്കുന്നു. നിന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഈ ദൈവപുത്രനിൽ നീ വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം, സമാധാനത്തോടെ മരിക്കാം. മരിച്ചതിന് ശേഷം സമാധാന പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും മരണത്തിന് മേൽ ജയോത്സവം കൊണ്ടായിട്ട് നമുക്ക് ജീവിക്കുകയും ചെയ്യാം. ആകിയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. മാനസാന്തരപ്പെട്ടാൽ മതി. എന്താണ് ഈ മാനസാന്തരം? വീണ്ടും പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതൃ പാരമ്പര്യങ്ങളെ തള്ളിക്കളയണം, നമ്മുടെ പാരമ്പര്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് കളയണം, നമ്മുടെ പൗരോഹിത്യങ്ങളെ നമ്മൾ ഉപേക്ഷിച്ച് കളയണം. ക്രിസ്തീയ മതം ഉൾപ്പെടെ ഞാൻ പറയുന്നത് എല്ലാ ജാതി മതസ്ഥരും പറയുന്നു, നമുക്ക് ഇന്നേ വരെ രക്ഷ നൽകി തരുവാൻ കഴിയാത്ത, രാഹുകാലത്തിന് രക്ഷ തരുവാൻ കഴിയാത്ത, ചൊവ്വായുടെയും കേതുവിന്റെയും മകരത്തിന്റെയും നക്ഷത്രങ്ങളുടെ ശക്തികൾ നമ്മളെ വിടുവിപ്പാൻ കഴിയാത്ത നമ്മുടെ കഴിഞ്ഞ കാലത്തെ എല്ലാ പാരമ്പര്യ സ്വഭാവങ്ങളും തള്ളിക്കളഞ്ഞ് നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനായിട്ട് അംഗീകരിക്കണം. കാരണം അവൻ മാത്രമേ നിങ്ങളെ സ്നേഹിക്കുന്നുള്ളൂ, അവൻ മാത്രമേ നിനക്ക് പകരക്കാരനായിട്ട് മരിച്ചിട്ടുള്ളൂ, അവൻ മാത്രമേ സ്വർഗം വിട്ട് നിന്റെ പാപത്തിന്റെ ശിക്ഷ ഏൽപ്പാൻ ദൈവകോടതിയുടെ മുമ്പിൽ ക്രൂശിൽ വന്ന് മരിച്ചിട്ടുള്ളൂ. അവൻ മാത്രമേ അടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും രാജാവായിട്ട് മടങ്ങി വരുവാനുള്ളൂ. മറ്റതെല്ലാം ഭൂമിയോട് കൂടെ നശിച്ചു പോകും. അതേ, ഭൂമിയെ സൃഷ്ടിക്കാത്ത ദൈവങ്ങളോ അതെല്ലാം എന്താണ് ഭൂമിയോട് കൂടെ നശിച്ചു പോകും. എന്നാൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഈ കർത്താവ് എന്നേക്കും നിലനിൽക്കും പ്രിയപ്പെട്ടു.